നാരായണായ. ഏഴാമത്തെ ശ്ലോകം. അടുത്ത ഒരു 4 ശ്ലോകം കൊണ്ട് ഭക്തിയുടെ മേന്മ വെളിവാക്കിയാണ് ഭട്ടതിരിപ്പാട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്ന 3 ഉപാധികളിൽ ഭക്തിയോഗമാണ് ഏറ്റവും വിശിഷ്ടമാണെന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ നിഗമനം. ഏവം ഭൂതദയാഹി ഭക്തിവിഹിതോ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യ ഏക രസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമം ഏവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ. ഏവം ഭൂതദയാഹി ഭക്തിവിഹിതോ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യേക രസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. ഏവം ഭൂതദയാഹി ഭഗവത് രൂപ ശ്രവണ മനനാദികൾ കൊണ്ട് ചിത്താർദ്രീഭാവം അനുഭൂതമായതുകൊണ്ട് തന്നെയാണ് യോഗീശ്വരൈ ഭക്തിവിഹിത സയോഗ വ്യാസനാരദാദി യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത് കർമ്മയോഗം, ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റു 2 തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെക്കാളും വൃഷോത്തമതര ഇതി ഗീയതേ അത്യുത്തമമാണെന്ന് പാടിപ്പുകഴ്ത്തിപ്പോരുന്നത്. ഹേ രമാവല്ലഭ, അല്ലയോ ശ്രീദേവിക്ക് പ്രിയതമനായ ഭഗവാനെ, സൗന്ദര്യേകരസാത്മകേ ത്വയി ഖലു സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടുകൂടിയ തിരുവടിയിൽ പ്രേമപ്രകർഷാത്മികാ ഭക്തി പരമപ്രീതിരൂപമായ ഭക്തി വിശ്വപുരുഷൈർ നിശ്രമം ഏവ ലഭ്യ സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ സ്വാഭാവികമായി കൈവരുന്നതാകുന്നു. ഭക്തിയോഗം മറ്റു 2 യോഗങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പറയുകയാണ് ഇവിടെ. ഭഗവത്ഗീത തുടങ്ങിയ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ജ്ഞാനം, കർമ്മം, ഭക്തി എന്നീ 3 യോഗങ്ങളെയാണ് മോക്ഷ ഉപായമായി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഭക്തിയോഗമാണ് ശ്രേഷ്ഠമെന്ന് യോഗതത്വജ്ഞന്മാർ പറയുന്നു. കർമ്മയോഗം പലവിധ സാമഗ്രികൾ കൊണ്ട് ലഭിക്കേണ്ടതായതുകൊണ്ടും ജ്ഞാനയോഗം ബുദ്ധിശക്തി കൊണ്ടും ശ്രവണ മനനാദികളെ കൊണ്ടും ലഭിക്കേണ്ടതായതിനാലും അവയിലൂടെ മോക്ഷം ലഭിക്കുക എന്നത് സാധാരണ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സൗന്ദര്യത്തിൻ്റെ നിറകുടമായ ഭഗവാനിൽ പ്രേമം വയ്ക്കുക എന്ന ഭക്തി സകല ജനങ്ങൾക്കും പ്രയാസം കൂടാതെ സാധിക്കാവുന്നതാണ്. നമ്മളൊരു സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ, നമുക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ നാം നിരന്തരം ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നു, അല്ലെങ്കിൽ ആ വസ്തുവിനെക്കുറിച്ച് ഓർക്കുന്നു, കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. അങ്ങനെയുള്ള ആ സൗന്ദര്യ പദാർത്ഥങ്ങളിൽ പ്രേമം തോന്നുക എന്നത് സ്വാഭാവികമാണ്. അപ്രകാരമുള്ളൊരു പ്രേമത്തിന് ഭഗവാൻ തന്നെ വിഷയമായി തീരുമ്പോൾ അത് ഭക്തിയായി. അതിനാൽ ഭക്തിയോഗം സർവർക്കും എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ്. യാദൃശ്ചികമായിട്ടെങ്കിലും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതു പോകാൻ ഇടവന്നാൽ എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന ആ ഭഗവത് രൂപം കാണുമ്പോൾ ഒരാളുടെ മനസ്സിൽ ഭക്തി പൊട്ടിമുളയ്ക്കുകയും അയാൾ ഭഗവത് ഭക്തനായി മാറിപ്പോവുകയും ചെയ്യും എന്നുള്ള ഒരു വസ്തുത കൂടിയാണ് ഇവിടെ മേൽപ്പത്തൂർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏവം ഭൂതദയാ ഹി ഭക്തിവിഹിതോ യോഗസംയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യേകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ. 8ാമത്തെ ശ്ലോകം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ് ദൂരേത്യഫലം യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ
തത്തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം യതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ധൂരേത്യഫലം യദൗപനിഷദ് ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. ഫലമാഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നത് ആണ് കർമ്മയോഗം എന്ന് പറയുന്നത്. തദ് ദൂരേത്യഫലം, അത് വളരെ കാലം ചെന്ന് ഫലം നൽകുന്നതാകുന്നു. പുനഃ യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം, പിന്നെ ഉപനിഷത്തുക്കളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ തത്തു അവ്യക്തതയാ ചിത്തസ്യ സുദുർഗമതരം, ഇന്ദ്രിയപ്രത്യക്ഷമല്ലാത്തത് മൂലം മനസ്സിന് പിടികെട്ടാൻ പ്രയാസം ഉള്ളതാണ്. ഹേ വിഭോ തസ്മാത് ത്വത്പ്രേമാത്മകഭക്തി ഏവ. ഹേ വിഭോ, അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള ഭക്തി തന്നെയാണ് സതതം സ്വാദീയസി ശ്രേയസി, എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്. നിത്യങ്ങളായ, അതായത് ദിവസവും ചെയ്യേണ്ടതായ അഗ്നിഹോത്രാദി കർമ്മങ്ങളെയും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കേണ്ടതായ പ്രായശ്ചിത്ത കർമ്മങ്ങളെയും എല്ലാം ഫലേച്ഛ കൂടാതെ ചെയ്യുക എന്നതാണ് കർമ്മയോഗം. അവരവരുടെ വർണ്ണാശ്രമ ധർമ്മമനുസരിച്ച് ഫലമിച്ഛിക്കാതെ യഥാശാസ്ത്രം അനുഷ്ഠിക്കുന്നതാണ് സാമാന്യമായ കർമ്മയോഗം. ഈ കർമ്മയോഗത്തിൻ്റെ ഫലം ലഭിക്കുന്നത് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അതാണ് തദ്ദൂരേത്യ ഫലം എന്ന് പറയുന്നത്. വളരെ കാലം കഴിഞ്ഞ് ഫലം ലഭിക്കുന്നതാണ്. അതായത് കർമ്മയോഗത്തിൻ്റെ ഫലം ഉടനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല, അതിന് കാലതാമസം വരും. ഇനി ഉപനിഷത്തുക്കളിൽ പ്രതിപാദിച്ചിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ശ്രവണം, മനനം ഇവ കൊണ്ട് സമ്പാദിക്കേണ്ട തത്വജ്ഞാനമാകട്ടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതിനാൽ മനസ്സിനെ പിടികിട്ടാൻ അത് വളരെയേറെ പ്രയാസമാണ്. കർമ്മയോഗവും ജ്ഞാനയോഗവും ക്ലേശകരം തന്നെയാണ്. എന്നാൽ ഭഗവാനിലുള്ള പ്രേമമാകുന്ന ഭക്തിയാകട്ടെ, ആ ഭക്തിയോഗമാകട്ടെ എളുപ്പത്തിൽ സാധിക്കാവുന്നതും വളരെയധികം ആനന്ദം തരുന്നതും അപ്പോൾ തന്നെ നമുക്ക് നമ്മളിൽ ആനന്ദമുളവാക്കുന്നതും ഫലത്തെ ജനിപ്പിക്കുന്നതും ഒടുവിൽ മോക്ഷപ്രദവുമാകുന്നു. അതിനാൽ കർമ്മയോഗം, ജ്ഞാനയോഗം എന്നിവയേക്കാൾ ഭക്തിയോഗം ഏറെ പ്രശസ്തമാണ് എന്ന് പറയപ്പെടുന്നു. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദ് ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി.